ജീവിതത്തിൽ വിവിധ അനുഗ്രഹങ്ങൾ ലഭ്യമാവാനുള്ള നല്ലൊരു ആത്മീയ ടിപ്പിനെ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മെപ്പറ്റി വിശേഷങ്ങൾ ആരെങ്കിലും ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നാം സുഖം തന്നെ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു അൽഹംദുലില്ലാ ചേർക്കുക. അൽഹംദുലില്ലാ, സുഖം തന്നെ. നമ്മുടെ വീട്ടുകാരെ പറ്റി ചോദിച്ചു, നമ്മുടെ കുടുംബക്കാരെ പറ്റി ചോദിച്ചു, നാം പറഞ്ഞു അൽഹംദുലില്ലാ, വീട്ടുകാർക്കൊക്കെ സുഖം തന്നെ. ഈ ഒരു പതിവ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗശയ്യയിൽ കിടക്കുമ്പോൾ ചില വ്യക്തികൾ റസൂലുള്ളാഹിനെ സന്ദർശിക്കാൻ വന്നു. റസൂലുള്ളാഹിൻ്റെ അടുത്തു നിന്ന് അലി റളിയല്ലാഹു അൻഹു ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ സന്ദർശിക്കാൻ വന്ന ആളുകൾ ചോദിച്ചു, യാ അബൽ ഹസൻ, കൈഫ അസ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അബൂ ഹസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാത വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഖാല അസ്ബഹ ബിഹംദില്ലാഹി തആല ബാരിസൻ. അൽഹംദുലില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഖമായിരിക്കുന്നു, റസൂലുള്ളാഹിക്ക് സുഖമുണ്ട്. അൽഹംദുലില്ലാ ചേർത്തുകൊണ്ടാണ് ആ മഹാന്മാരൊക്കെ വിശേഷങ്ങൾ, സുഖവിവരങ്ങൾ പറഞ്ഞു തന്നത്. അതുകൊണ്ട് നാം സംസാരിക്കുമ്പോൾ സുഖം തന്നെയാണ്, ബർക്കത്തായി പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നോടിയായി ഒരു അൽഹംദുലില്ലാ ചേർത്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഇവരുടെ വൈത്താരയിൽ നമുക്ക് ഒരു അംഗമായി തീരാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല സച്ചരിതരുടെ വഴിയിൽ നമ്മെ ചേർത്തി അനുഗ്രഹിക്കട്ടെ. വിജയികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.